നിന്റെ അമ്മേ എൻ്റെ വണ്ടി കല്ലെറിയാൻ പോയി. മനസ്സിലായ? വണ്ടിയിലോട്ട് കല്ലെറിയാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായ? കല്ലെറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാനിപ്പം. AMMA താരസംഘടനയിലെ കരുത്തുറ്റ പോരാളി ടിനി ടോമേട്ടൻ. ടിനി ടോമേട്ട, ഇങ്ങടെ ഒരു വോയിസ് ക്ലിപ്പ് ന്വാമിന് ലഭിച്ചിട്ടുണ്ടേ. ന്വാം അത് ജനങ്ങളെ ഒന്ന് കേൾപ്പിച്ചോട്ടെ ടിനി ടോമേട്ട. 60 വയസ്സുള്ള ഒരമ്മയോടുള്ള ചൊരുക്ക്, അവരുടെ മകൻ അയച്ച ഒരു വോയിസ്. ടിനി ടോമേട്ടന്റെ കാര്യം പിടികിട്ടിക്കാണു അല്ലയോ? ജനങ്ങളെ കേൾപ്പിക്കാൻ പോവാ ന്വാം. ആ വ്യക്തി, അതായത് ആർക്കാണോ നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് അയച്ചത്, അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാം നിങ്ങൾക്ക് കേൾക്കണ്ടേ? അൻസിബയെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ടിനി ടോമും കൂട്ടരും ഇതും കൂടെയൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ, നല്ലവനായ ടിനി ടോമേട്ടന്റെ ലീലാവിലാസങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് അങ്ങോട്ട് പോയാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, കടക്ക് പുറത്ത് അതിവിടെ ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളെല്ലാവരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യണേ. കാരണം ചിലപ്പോൾ ഈ എക്സ്ക്ലൂസീവ് സാധനമൊക്കെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടല്ലോ, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ചാനൽ അടിച്ച് പൂട്ടിക്കാനായിട്ട് ഗംഭീരമായിട്ടുള്ള പരിപാടികൾ ചില ആളുകൾ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ അതിനെ ഒന്ന് പൊട്ടിക്കാൻ നിങ്ങൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഹൈപ്പൊക്കെ ഒന്ന് തരണേ. ഇനി നമുക്കങ്ങോട്ട് തുടങ്ങിയാലോ? നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, അതായത് നമ്മുടെ ടിനി ടോമേട്ടൻ്റെ മകൻ ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് അദ്ദേഹത്തെ തെറി പറയുന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വീഡിയോ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നല്ലവനായ ഉണ്ണി വിളിക്കുന്ന തെറിയൊക്കെ ആ ചേട്ടനും കുറച്ചൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ ആ വ്യക്തിയെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ടിനി ടോമേട്ടൻ്റെ വോയിസ്, അതാണ് അതിൻ്റെ ഒരു ഗുമ്മ്. ഏകദേശം 10-21 മിനിറ്റ് ഉണ്ട് കേട്ടോ ആ ചേട്ടൻ എന്നോട് പറഞ്ഞ കഥ. ആ ചേട്ടൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലായി. പൊട്ടി ആ ചേട്ടന്. ലാസ്റ്റ് തെറിയൊക്കെ വിളിച്ചു പറയുന്നത്, കുറേയൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്തു. അദ്ദേഹത്തിന് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്റെ പേര് ശബരീഷ് എന്നാണ്. എല്ലാവർക്കും എന്നെ അങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്റെ നാട്ടുകാർക്ക് എന്നെ നന്നായി അറിയാം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്റെ വീഡിയോ ഒക്കെ നല്ല വൈറലായിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം. ചിലവർ കാര്യം അറിഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്നു, ചിലവർ കാര്യം അറിയാതെ കമന്റ് ഇടുന്നു. അതിപ്പോ ശരിയാണ്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കമന്റ്സ് ഒക്കെ ഉണ്ടാവും. അതില് ഒരു വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പറയുന്ന വ്യക്തിയോട് പൂർവ്വവൈരാഗ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ ഈ പറയുന്ന വ്യക്തി, ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി എന്റെ ലൈഫിനെ കാര്യമായി ബാധിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പെരിയാർ ഹെർമിറ്റേജിൽ എന്ന് താമസിക്കാൻ വന്നു അന്ന് മുതൽ ഭയങ്കരമായ ഭരണപരിഷ്കാരങ്ങള്, അതായത് ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി പെരിയാർ ഹെർമിറ്റേജ് എന്ന് പറയുന്ന ഒരു കോളനിയിൽ വന്നപ്പോ ഈ കോളനിയിലുള്ള സകല അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയൊക്കെ സെലിബ്രിറ്റി എന്നുള്ളൊരു, അതായത് അവൻ വന്നു, അവന്റെ കൂടെ നടക്കണവനൊക്കെ സെലിബ്രിറ്റിയാണ്. ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യന്മാരും ഒരു സെലിബ്രിറ്റിയാണ്. ആ രീതിയിലുള്ള നമ്മളെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. ഞാൻ കമ്മനിപ്പള്ളിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഓക്കെ, നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛഭാവം. ഇവരാദ്യമായി ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ മകൻ, അതായത് അന്ന് എന്റെ മകൻ രാജശ്രീ പബ്ലിക് സ്കൂളില് LKG പഠിക്കുകയായിരുന്നു. ഞങ്ങള് വില്ല നമ്പർ 80 താമസിക്കുമ്പോ ആ വില്ലയുടെ അവിടം വരെയുള്ള അവന്റെ ബസ് അങ്ങോട്ട് നിർത്തലാക്കി. ബസ് ഗേറ്റിന് പുറത്തു വന്നാൽ മതി, കാരണം വലിയ വണ്ടിയാണ്, റോഡ് ചീത്തയാവും. ഓക്കെ, ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി, ബ്രോ എന്റെ ഒരു സംശയം, ഞങ്ങൾ വെക്കേഷൻ വന്നേക്ക് മുന്നേ ഞാൻ സ്വിച്ചിലായിരുന്നു. അല്ല, സ്വിച്ചിലും UK-ലും പോർച്ചുഗലിലൊക്കെ ചെറിയ ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോ ഞങ്ങൾ വെക്കേഷൻ വന്നേക്ക് മുമ്പ് നടന്ന സംഭവം ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തപ്പോ ഞങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കളഞ്ഞു. ഓക്കെ, അല്ല എന്റെ ഒരു സംശയം, ചോദ്യം ചെയ്യാൻ ഈ ടിനി ടോം അവിടെ വരുന്നതിന് മുമ്പ് അവിടെ താമസിച്ചോണ്ടിരുന്ന ആൾക്കാരല്ലേ നിങ്ങള്? പറയേണ്ടവരോട് ഞാൻ നല്ല മറുപടിയും കൊടുത്തു. പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോയില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ വില്ല നമ്പർ 41 മാറി. ഒരു ചെറുതായിട്ട് വാങ്ങുന്നുള്ള ഒരു ഇതിലൊക്കെ നമ്മൾ മാറി. അല്ല ബ്രോ, കാര്യങ്ങളും എന്റെ ഒരു സംശയം ചോദിക്കട്ടെ? ഹലോ, അങ്ങനെ ഇരിക്കെ ആണ്. അപ്പൊ അതിനു മുന്നേ പല കംപ്ലൈന്റുകളുണ്ട് ഈ വണ്ടി ഓടുന്നതിന്റെ.
വണ്ടി ഓടുന്നല്ലേ, വണ്ടി ഓടിച്ചോട്ടെ, മാന്യമായി വണ്ടി ഓടിച്ചോട്ടെ, പിള്ളേരല്ലേ. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പിള്ളേരല്ലേ, അവർ ഈ പ്രായത്തിൽ കാണിച്ചില്ല ഏത് പ്രായത്തിൽ കാണിക്കാനാ എന്ന് പറഞ്ഞ പോലെ ഓടിച്ചോട്ടെ. പക്ഷെ അത് മാന്യമായി മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഓടിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയാണ് കേട്ടോ. അപ്പൊ പലവട്ടം ഇത് പോയി ഞാൻ അസോസിയേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തപ്പോഴൊന്നും ആർക്കും വലിയ ഇതൊന്നുമില്ല, ചലനങ്ങളൊന്നുമില്ല. ഹലോ ബ്രോ, നമ്പർ 41ലേക്ക് മാറി മോനും ഞാനും കൂടി മുൻവശത്ത് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ വണ്ടി ഈ പയ്യനെ ഓടിച്ചോണ്ട് പോണേ. അതായത് ടിനി ടോമിന്റെ മകൻ ആഡമോ എന്തോ ഹവയോ അങ്ങനെ എന്തോ പേരാണ് ആ ചെറുക്കന്റെ. വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു. ഞാൻ ആ പയ്യനെ, നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായില്ല, വേറൊരു കുട്ടി വഴി നമ്പർ കിട്ടി. ഞാൻ അവനെ മാന്യമായി വിളിച്ചു സംസാരിച്ചപ്പോൾ ഈ പയ്യന്റെ കൂടെ ഒരു പയ്യനുണ്ട്, ഫാരിസ് അബൂബക്കറിന്റെ പെങ്ങടെ മോൻ എന്നാണ് പറയുന്ന ഈ പയ്യൻ. അവന്റെ കൂടെ ഇപ്പൊ ആ ചെറുക്കൻ മാത്രമേ ഉള്ളൂ കൂട്ടുകാരന്മാരായിട്ട്. ബാക്കി എല്ലാവരും ഇവൻ കാരണം തന്നെ ഒഴിഞ്ഞു. വളരെ മോശമായിട്ടുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് ഒരു മെക്കാനിസം, ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ലോജിക്ക് എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. അവന്റെ കാശിന്റെ ഹുങ്ക് എല്ലാം. ഞാൻ ഇപ്പൊ ഈ പയ്യൻ എന്നെ വളരെ അസഭ്യം പറഞ്ഞു, അതിന്റെ റെക്കോർഡൊക്കെ എൻ്റെ ഉണ്ട്. അസഭ്യം പറഞ്ഞു. ഞാൻ അവന്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു, ചേച്ചി ഇതൊക്കെയാണ് ചേച്ചി കാര്യങ്ങൾ. അപ്പൊ ഇവര് അടുത്ത വഴിക്ക് ചോദിച്ചത്, ശബരീഷ് മുമ്പും ഈ വണ്ടിയുടെ സൗണ്ടിനെ പറ്റി പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറയാതെ എനിക്ക് അരോചകത്വം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് പരാതിപ്പെടുക. ആസ് ആൻ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്റേതായ മൗലിക അവകാശങ്ങളുണ്ട്, ഇല്ലേ? ശരിയല്ലേ? അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പരാതിപ്പെട്ടു. ബ്രോ ഹലോ, വലിയ നീക്കമൊന്നും ഉണ്ടായില്ല. അല്ല ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? ഹലോ, എന്താ? എനിക്കൊരു സംശയമുണ്ട്. അതായത് നിങ്ങൾ അവിടെ താമസിക്കാൻ വന്നതിന് ശേഷം, അതിന് ശേഷമല്ലേ ടിനി ടോം ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത് താമസിക്കാൻ? ഞാൻ 9ാം ക്ലാസ് തുടങ്ങി അവിടെ ഉള്ള ഒരാളാണ്. ഓക്കെ. അതിനുശേഷമാണ് ടിനി ടോം ഒക്കെ അവിടെ വന്നിട്ട് എത്ര വർഷമായി? സത്യം പറഞ്ഞ ഞാൻ ഇദ്ദേഹത്തെ ഈ കോളനിയിൽ കാണുന്നത് 2019 ഞാൻ ഒമാനിൽ നിന്ന് വരുമ്പോഴാണ് ഇയാൾ ഇവിടെ താമസമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ നിർത്തി പോരുമ്പോ. ഓക്കെ, നിങ്ങളുടെ ഫാമിലി അവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്? ഓക്കെ, ശരി. ഓക്കെ, ബാക്കി പറയൂ. 2021 ഞാൻ യുക്രൈനിലേക്ക് പോകുന്നത്. ഓക്കെ. സോ 2024 ജൂലൈ 26 ഞാനും എന്റെ വൈഫും കൂടി വെക്കേഷൻ വരുന്ന. എന്റെ മകൻ നാട്ടിലായിരുന്നു. മകനെ കൊണ്ടുപോകാനും അവന്റെ വിസയുടെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അപ്പൊ ഒരു ദിവസം ഇതേപോലെ എനിക്ക് തോന്നുന്നു മാർച്ച് 14 2025 ഈ ഇൻസിഡന്റ് നടക്കുന്നത്. മാന്യമായി കാര്യം പറഞ്ഞു, അവനെ തെറി പറഞ്ഞു. ഞാൻ അവന്റെ അമ്മയടുത്ത് കാര്യം പറഞ്ഞു. അമ്മയുടെ കാര്യം പറഞ്ഞു. ഞാൻ ആ വോയിസ് റെക്കോർഡ് ചെയ്ത് 2-3 പേർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ. സോ അന്ന് രാത്രി ഏകദേശം ഒരു 9:30 to 10:30 ഞാൻ അറിയുന്നില്ല, ഫോൺ സൈലന്റിലായിരുന്നു. ഭയങ്കര കോളാണ്, ഗുരുതര കോളാണ്. ഞാൻ കോള് നോക്കിയപ്പോ ഈ പയ്യനാണ്, താഴത്തേക്ക് വാ, 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ ഞാനിപ്പോ വർക്ക് കഴിഞ്ഞ് കിടന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ടൂറിന്റെ ഇതായതുകൊണ്ട് കോട്ടുകൾ കൊടുക്കലും പാക്കേജ് കൊടുക്കലും ഒക്കെയാണ് നമ്മുടെ പരിപാടികൾ. എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ സിനിമയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചേട്ടാ പറഞ്ഞപ്പോ മനസ്സിലായി. ഒരു ചെറിയ ഡൗട്ട്. അതായത് ഞാൻ പറഞ്ഞു, മോനെ 7:30 ആകുമ്പോ നമുക്ക് രാവിലെ കാണാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഡയലോഗൊന്നും അടിക്കണ്ട, പേടിയാണെങ്കിൽ അവിടെ ഇരുന്നോളാം. അല്ല എന്റെ ഒരു സംശയം ചോദിക്കട്ടെ. ഹലോ എന്ന് പറഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി. എന്നെ അവൻ മനഃപൂർവ്വം താഴത്തേക്ക് വിളിച്ചിറക്കിയതാണ്. ഞാൻ അവന്റെ അടുത്ത് നീ എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതല്ല. അവൻ വന്നപ്പോ തന്നെ എനിക്കറിയാം ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. കാരണം ഇതിനു മുന്നേ ഇവന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്. ആ കേസ് നല്ല രീതിയിൽ ഒതുക്കി തീർത്തിട്ടുണ്ട്. ആ വണ്ടി ടോട്ടൽ ലോസിൽ പോയി. ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത്. ഇതൊന്നും പുറം ലോകം അറിഞ്ഞില്ല, അതൊക്കെ തേച്ച് മാച്ച് കളഞ്ഞു. ഓക്കെ. ദെൻ വന്നപ്പോഴത്തേക്കും കണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ കണ്ടു. ഓക്കെ. അപ്പൊ ഈ പയ്യന്റെ ഇൻ ബിറ്റ്വീൻ ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി ആ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവൻ അറിയായിരുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ടിനി ടോമിന്റെ മകൻ കഞ്ചാവ് അടിച്ചുകൊണ്ടാണ് വന്നേക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കാണാനായിരിക്കും. അപ്പൊ എനിക്ക് പബ്ലിക്കിനോട് ചോദിക്കാനുള്ളത്, ഇയാള് പറയുന്ന ഇയാള് സെലിബ്രിറ്റി ആണെന്ന്, ഇയാളുടെ വളർച്ചയിൽ പലർക്കും കണ്ണുകടിയാണെന്ന് പറയുന്നു. ഇങ്ങനെ വളർച്ചയിൽ നിൽക്കുന്ന ഒരാളുടെ മകൻ രാത്രി വേറൊരാളുടെ കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ മതിലിന്റെ പുറത്ത് നിന്നിട്ട് ഈ ജാതി കാണിക്കുമ്പോൾ ഇവർക്കറിയില്ലേ ഇവര് സെലിബ്രിറ്റിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണെന്ന് ഇവർക്ക് അറിയില്ലേ? എന്ത് ചെയ്തോ വികാരത്തിന് അല്ലെങ്കിൽ എന്ത് ലഹരിയുടെ പുറത്താണ് ഈ ചെറുക്കൻ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്?
ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഞാൻ ചോദിക്കുന്നതിന് അതിന് കഴമ്പുണ്ടോ? അല്ല, ഉണ്ട്. ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പയ്യന്റെ പുറത്താണ് ഇവനീ കിടന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കഞ്ചാവെന്ന് യൂസ് ചെയ്തു. ഞാൻ ഓൺ ദ സ്പോട്ട് ഇതായപ്പോഴത്തേക്കും ഒരു വെള്ള വോൾവോ കാർ വരുന്നുണ്ട്, വേറൊരു വണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങള് പോലീസുകാരെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇനി വന്നാ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, എന്നാ നിങ്ങൾ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പോഴത്തേക്കും വണ്ടി എടുത്ത് സ്റ്റേഷനിൽ പോയപ്പോഴും ഈ പറയുന്ന ഈ വ്യക്തി, സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ മിമിക്രിക്കാരൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ കൂടി ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ. നേരെ ഞാൻ സ്റ്റേഷനിൽ പോയപ്പോ എന്നെ സുജിത്ത് ചീരോത്ത് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒരു സിംഗടി വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേ, പുഴയുടെ അങ്ങോട്ട് വന്നേ, നമുക്കിത് പറഞ്ഞ് കോംപ്രമൈസ് ആക്കാം. ഞാൻ പറയാം എന്ത് കോംപ്രമൈസ് ആക്കാൻ? എന്താ കോംപ്രമൈസ് ആക്കണ്ടേ? എന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ടല്ലേ ചെയ്തേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഈ ടിനി ടോമിന്റെ വീടിന്റെ മുമ്പിൽ നിന്നാണ് ഈ കാണിച്ചിരുന്നെങ്കിലോ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അത് വേറെ കേസായനെ, അന്ന് തന്നെ അകത്തായ. അതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? അല്ല, അന്ന് തന്നെ അകത്തായ. ഞാൻ ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് എടാ നീ എന്നെ മൈരേന്ന് വിളിച്ചില്ലടാ എന്നും പറഞ്ഞ് ഞാൻ ആ വീടിന്റെ മുമ്പിൽ പാതിരാത്രി ചെയ്തിരുന്നെങ്കിൽ ഇവൻ ബാക്കി കേൾപ്പിക്കാമേ. ടിനി ടോമിന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നിങ്ങൾ ഈ പരിപാടി കാണിച്ചിരുന്നെങ്കിൽ, അതായത് അദ്ദേഹത്തിന്റെ മകൻ കാണിച്ചത് നിങ്ങൾ അയാളുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്തായിരുന്നെങ്കിൽ ചേട്ടാ പകത്ത് കടക്കായിരുന്നു. മനസ്സിലായില്ലേ? ടിനി ടോമിന്റെ മകനായതുകൊണ്ട് തന്നെ എവിടെ പോലീസുകാരൊക്കെ എവിടെ? അല്ല, ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. വേറൊരു കാരണമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അദ്ദേഹത്തിന്റെ വികാരം മനസ്സിലായി. പുള്ളിക്ക് അത്രയും ദേഷ്യമാണ് ഈ ഒരു വ്യക്തിയോട്. അത് എന്തുകൊണ്ടാണെന്ന് കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ഇടയ്ക്കൊക്കെ കയറി എനിക്ക് കുറച്ച് സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കാൻ പോകുമ്പോൾ പുള്ളി അതിനുള്ള സ്പേസ് എനിക്ക് തരുന്നില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത്രയ്ക്കും ദേഷ്യം ആ മനുഷ്യന് നല്ല രീതിയിൽ നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ അൻസിബയെ മാത്രമൊന്നും അല്ലടേ, ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെതിരെ വാതുറക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല. ജനങ്ങൾക്ക് നമുക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി ഇല്ലേ? ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിന്റെ പുറകെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. സത്യാവസ്ഥ അറിയണമല്ലോ. ചുമ്മാ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ കല്ലെറിയാൻ പാടില്ലല്ലോ. എല്ലാവരും ഇദ്ദേഹത്തിനെതിരെയാണ്. എന്നാലും ചിരിച്ചുകൊണ്ട് ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിലൂടെ നടന്ന് അവർ നല്ലൊരു, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഏതോ ഒരു ചാനലില് മറ്റേ പാസം പാട്ടൊക്കെ ഇട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യിക്കുക ടിനി ടോമേട്ടനെ. ചേട്ടാ നടക്കും, നിങ്ങൾക്ക് പിടിപാടുണ്ട്, പണമുണ്ട്, കുറെ ആൾക്കാർ കാണും, വീഡിയോകളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ നിങ്ങൾക്കെതിരെയുള്ള സത്യങ്ങൾ വന്നാലും അടിച്ച് നശിപ്പിച്ച് കളയാനും ഒക്കെ ആൾക്കാർ കാണും. പക്ഷെ ആരെങ്കിലുമൊക്കെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സത്യങ്ങൾ തുറന്നുകൊണ്ട്. മനസ്സിലായില്ലേ? ബാക്കി കേൾക്കാം. ഞാൻ സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. അതിന്റെ അക്നോളജ്മെന്റ് എനിക്ക് തന്നില്ല. പിറ്റേ ദിവസം രാവിലെ CI മഞ്ജുദാസോ എന്നെ വിളിച്ച് വാൺ ചെയ്തു. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ? ഞാൻ CI ആണ്. ശരി, നിങ്ങൾ ആ വീഡിയോ കണ്ടോ? കണ്ടില്ല. എന്നാ കണ്ടു നോക്കിയിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഒരു SI സാനൂർ എന്നെ വിളിച്ചിട്ട് ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ശബരീഷ്, ആ പയ്യന്റെ ഭാവി നോക്കണ്ടേന്ന്. പയ്യന്റെ ഭാവി നോക്കേണ്ടത് പയ്യന്റെ തന്തയും തള്ളയാണ്. അല്ല, പബ്ലിക്കിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു? ഞാൻ കമ്പനി പടി ജനിച്ചു വളർന്നവനാ. ഞാൻ സ്വിറ്റ്സർലൻഡിലാണ്, UK യിലാണ്, എനിക്ക് ബിസിനസ് ആണെന്നും പറഞ്ഞ് ഞാൻ കമ്പനി പടി കിടന്ന് വലിയ ആള് കളിച്ചു കഴിഞ്ഞാൽ എന്റെ നാട്ടുകാരെന്നെ വെച്ചേക്കോ? ഇല്ല, നാട്ടുകാരെന്നെ വെച്ചേക്കോ? ഒരിക്കലും ഇല്ല. അവര് തീർക്കും. കാരണം ഏറ്റവും പച്ചൊരു മലയാളത്തിൽ പറഞ്ഞ അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു വഴി വിട്ട എന്റെ വീട്ടുകാർ സഹിക്കും, പക്ഷെ നാട്ടുകാർ സഹിക്കണമെന്നില്ല. ഇല്ല, ശരിയല്ല? അപ്പൊ അങ്ങനെ ചെയ്ത് ഞങ്ങള് 4 മണിക്ക് ഞങ്ങളോട് സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞു. കറക്റ്റ് കൃത്യം. കാരണം നമ്മൾ വിളിച്ചേക്കണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ചെല്ലുക. 5 മണിയായപ്പോ അച്ഛനും മോനും വന്നു. അച്ഛനും മോനും വന്നിട്ട് അവിടെ കണ്ടതൊക്കെ നാടകീയ മുഹൂർത്തങ്ങള്. കേസ് ശബരീഷിനെതിരെ തിരിക്കും. കാരണം എന്താ? ഞാൻ കഞ്ചാവെന്ന പദം യൂസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കോംപ്രമൈസ് ടോക്ക് എന്നും പറഞ്ഞിട്ട് പാലാരിവട്ടത്ത് ഒരു ജിമ്മിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തി. എന്നെയും എന്റെ ഭാര്യയും എന്റെ മകനുണ്ടായി. ഞങ്ങൾക്ക് വൈഫിന് അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു സർജറി ഉണ്ടായിരുന്നു വൈഫിന്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. ഊബർ വിളിച്ചാ പോയത്. ചെന്നിരുന്നപ്പോ ഇവരുടെ മോൻ കാണിച്ച പിറപ്പുകേടിനെ പറ്റി പറയാനല്ല, ഇവര് വാടകക്കാരായിരുന്നു. ഇവൻ നിക്കർ ഇട്ടുകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കൂടി നടക്കാറുണ്ട്. അവിടെ ഞാൻ മാത്രമല്ല, ഒരു 60 വയസ്സായ മേലുള്ളവന്മാരൊക്കെ നിക്കറിട്ടുകൊണ്ട് നടക്കണം. രാവിലെ ഓടണാണ്. അപ്പൊ യൂറോപ്പിൽ ബിക്കിനി ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും ഇവര്? ഞാൻ യൂറോപ്പിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാണ്. എനിക്ക് പെർമനന്റ് റെസിഡൻസി ഉള്ളതാ പോർച്ചുഗലില്. യൂറോപ്യൻ സംസ്കാരം അങ്ങനെയാണ്. ഇവിടെ ടോപ്ലെസ് ബീച്ചുകളുണ്ട്. ഇവിടെ ബിക്കിനി ഇട്ട് റോട്ടിൽ കൂടി നടക്കുന്നുണ്ട് സമ്മർ ടൈമില്.
ഞാനൊരു ഷോർട്സും ടീഷർട്ടും ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളൂ. ഇവർക്ക് ഇവരുടെ മകൻ കാണിച്ച കുരുത്തക്കേടിനെ പറ്റിയൊന്നല്ല പറയാനുള്ളത്. മനസ്സിലായി. നമ്മളെ അങ്ങോട്ട് അപമാനിക്കുക ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്. മോൻ കാണിച്ച പറപ്പുകേട് അവർക്ക് മറയ്ക്കണം. അതും കഴിഞ്ഞു. വൈഫ് പോന്നു, ഞാനും മോനും കേറി പോന്നു. ഒരു ദിവസം എന്റെ അമ്മ എന്നെ വിളിച്ചേക്കാണ്, എടാ ഇവനെ കൊണ്ട് തലയ്ക്ക് സൗകര്യമില്ല, ജീവിക്കാൻ സമ്മതിക്കണം. പക്ഷെ എന്ത് പറ്റി? ഇവൻ ബഹളം ഉണ്ടാക്കിയാണ് പോണത്. ഞാൻ വീട്ടുകാർ, എന്റെ പ്രായം 60 വയസ്സിന് മേലെ പ്രായമുണ്ട് അമ്മയ്ക്ക്, അച്ഛന് 70 വയസ്സായി. വീടിന്റെ മുമ്പിൽ കൂടി ബഹളം ഉണ്ടാക്കിയാ പോണത്. അപ്പൊ അമ്മ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും അമ്മ എടുത്ത് പറയാണ്, നിന്റെ മോനെ വിജിലൻസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. അതെന്താ, ഇവനാണോ വിജിലൻസുകാർക്കും പോലീസുകാർക്കും ചെലവിന് കൊടുക്കണേ? സിനിമാ നടനായതുകൊണ്ട് എന്ത് തോന്നിയാസോ എന്ത് വൃത്തിയോട് കാണിക്കാന്നാണോ? മനസ്സിലായി. അല്ല, ഇത് ആ പയ്യൻ പറഞ്ഞതല്ലേ പറയുന്നത്? ഞാൻ അതിനുശേഷം ഞാൻ അവനെ വിളിച്ചപ്പോ നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞ നീ ചെയ്ത് കാണിക്കടാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ 2 പോലീസുകാരെ വിട്ടേക്കാണ്. അല്ല ബ്രോ, എന്റെ ഒരു ഡൗട്ടാണ് ഇത് അർത്ഥം എന്താ? അല്ല, ഇത് ഒരുപാട് പരാതികളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇതൊന്നും മുഖവരിക്ക് എടുക്കാറില്ല. ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞാൽ മതി. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ടിനി ടോം ആണോ ഇത് വിളിച്ചു പറയുന്നത്, അതോ മകനാണോ ഈ വീടിന്റെ അമ്മയെടുക്കൽ ഇങ്ങനെ പറയുന്നത്? അല്ല, അമ്മയോട് പറഞ്ഞത് ആരാണ്? ഞാൻ ആ വോയിസ് കേൾപ്പിച്ചു തരാം. അമ്മയോട് പറഞ്ഞതിന് ശേഷം ഞാൻ അവനെ ഫോൺ വിളിച്ചതല്ല, അവൻ എനിക്ക് വോയിസ് ആയിട്ട് ഇട്ടത്. നിന്റെ അമ്മ കല്ലെറിഞ്ഞെങ്കിലേ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം, ഞാൻ അല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാണ് എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ വോയിസ് ഉണ്ട് അതിന്റെ. ഓക്കെ, മനസ്സിലായി. എന്റെ സകല പ്രൂഫും ഉണ്ട് ബ്രോ ഇവനെ അഗൈൻസ്റ്റ് ആയിട്ട്. മനസ്സിലായി. ഞാൻ വെറുതെ വായിച്ചാലടിക്കണല്ല. മനസ്സിലായി. അതിനുശേഷം ഈ കഴിഞ്ഞ മാർച്ചില് ഈ പയ്യനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ലോ ഹിൽ പാലസ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. അതല്ല, അതൊക്കെ എവിടെ പോയെന്ന് പോലും അറിയില്ല. എന്നിട്ട് എന്റെ വീഡിയോ പ്രചരിച്ചു എന്നും പറഞ്ഞ് ഇവൻ വീണ്ടും ഒരു എൽദോ എന്ന് പറയുന്ന പോലീസിന് ഇവൻ വാട്സപ്പിൽ കംപ്ലൈന്റ് അയച്ചു കൊടുത്തേക്കണം. വീട്ടിലിരുന്ന് പരാതി എഴുതി വാട്സപ്പിൽ സ്കാൻ ചെയ്ത് കംപ്ലൈന്റ് അയച്ചു കൊടുത്തിട്ട് ഈ എൽദോ എന്ന് പറയുന്നവൻ എന്റെ അച്ഛനെ വിളിച്ചിട്ട് ഇതിനെ പറ്റി ഒന്നും അറിയാത്ത സീനിയർ സിറ്റിസൺസ് ആയ എന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് 4 മണിക്കുള്ളിൽ ശബരീഷ് ഇത് വിഡ്രോ ചെയ്തില്ലെങ്കിൽ ശബരീഷിനെ ഡീപ്പോർട്ട് ചെയ്ത് നാട്ടിൽ കൊണ്ടുവരും. അപ്പൊ ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു, ടിനി ടോമിന്റെ ചെലവിൽ നാട്ടിൽ വരാനാണ് എന്റെ യോഗം, അതാണ് എന്റെ യോഗം എന്ന് ഞാൻ കരുതി സമാധാനിക്കുന്നു പറഞ്ഞു. പിന്നെ ആട് കിടന്നോടത്ത് പൂട പോലുമില്ല. അതിനുശേഷം അൻസിബ എന്ന് പറയുന്ന കുട്ടി, ഇവിടെ നാട്ടുകാർക്കേ അവനെ കൊണ്ട് ചൊറിച്ചിലാണ്, സഹിക്കാൻ പറ്റുള്ള. പിന്നെയാണോ സഹപ്രവർത്തകർക്ക്? അതെ, ശരിയാണ്. അല്ലെ, സ്വന്തം, അതായത് ഇവൻ കമ്പനിപ്പടി വന്ന് താമസിക്കുന്നവനാ. കമ്പനിപ്പടിക്കാർക്കേ ഇവന്റെ ശരി, ഇവൻ വലിയ ആനയുടെ കൂരാണ്. ഇവന്റെ പെറ്റ തള്ള താമസിക്കുന്ന ദേശായി ഹോംസിലാ. തിരിഞ്ഞു പോലെ അവൻ നോക്കാറില്ല. ഇതൊക്കെ ഞാൻ കഴിഞ്ഞോടെ ചോദ്യം ചെയ്താണ്. അവന്റെ അമ്മ എന്റെ വീട്ടിൽ വന്ന് എന്തിനാ ശബരീഷ് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഞാൻ നുണയൊന്നും പറഞ്ഞിരുന്നല്ലോ. മണിമാളികയും കാറും മസ്താങ്ങും മറച്ചതാങ്ങും എല്ലാം ഉണ്ട് അല്ലെ. നമ്മളൊക്കെ വലുതാകുമ്പോ, നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളിൽ പൈസ കൂടുമ്പോൾ നമ്മുടെ പാരന്റ്സിനെ നമ്മൾ അതേപോലെ പരിപോഷിപ്പിക്കാൻ നോക്കണേ. എന്ത് ഇവൻ മാത്രം എന്ത് ഇവന്റെ അമ്മയെ വേറെ വീട്ടിൽ താമസിപ്പിച്ചേക്കണേ? പിന്നെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ അവന്റെ സംസ്കാരം, അവന്റെ സൗകര്യം, ഞാനൊന്നും പറയാൻ ആളല്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ മീഡിയത്തിൽ കൂടി എന്റെ വീഡിയോ പ്രചരിപ്പിച്ചു. ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല അതില്. മനസ്സിലായി. വ്യക്തമായ തെളിവുകളോട് ഞാൻ പറഞ്ഞേക്കണേ. ഹിൽ പാലസ് പോലീസ് പിടിച്ചത് 3 ഗ്രാം കഞ്ചാവ് കൈവശം വെക്കാന്നാണ്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കണ്ട ബ്രോ, കാരണം ആ വേർഡ്സ് പ്രശ്നമാണ്. ഇവൻ ആരുടെ വാങ്ങുന്നു, ഇവൻ ഇത് യൂസ് ചെയ്യുന്നതിന്റെ എല്ലാ പ്രൂഫും എന്റെ ഉണ്ട്. ഓക്കെ. അല്ല, നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകണ്ട. ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്നും പറഞ്ഞു വീണ്ടും അവൻ വാട്സപ്പിൽ പരാതി അയച്ചു കൊടുത്തേക്കണു. ഒരു ജോസ് എന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ എന്റെ ഫാദറിനെ വിളിച്ചേക്കണം. ഓക്കെ. എനിക്കുണ്ടായിരുന്ന ഒരു പൈസയുടെ കേസ് 35,65,000 രൂപ. എന്റെ കൂട്ടുകാരൻ ഡിക്സൺ തിരുവനന്തപുരത്തുള്ള 25 ലക്ഷം രൂപയുടെ. ഞങ്ങളുടെ ആലുവ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പോ ഏതാണ്ട് എന്താ പറയാ തമാശ കേൾക്കാൻ പോയ പോലെയാണ്. മനസ്സിലായി. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ടോമിനെ പോലുള്ളവരെ ഉണ്ടാക്കിയാൽ മാത്രമേ പോലീസുകാർ ഉണ്ടാക്കുക. അതോ സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ? അതോ ടിനി ടോം ആണോ ആലുവ സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ പോലീസുകാർക്ക് കുറച്ച് ചായവുള്ളതാ ഈ മാതിരി ജാതി ഐറ്റത്തിനോട്? മനസ്സിലായി. ഓക്കെ ബ്രോ. ഉടനെ ഈ ഫ്ലാറ്റിലത്തെ സെക്രട്ടറി ഒരു ലേഡിയാണ്. ഇവരോട് ഭയങ്കര കൂറ.
എന്റെ ഞാൻ ഏത് ഫ്ലാറ്റിലെ ഹൗസ് ഓണർ ആയിരുന്ന ആളെ വിളിച്ചിട്ട് നിങ്ങൾ ആ വീട് കൊടുത്തോ, എന്തിനാ അവർക്ക് കൊടുത്തേ, അവര് നല്ല ആളുകളൊന്നും അല്ല, എന്താ എന്താ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ? മനസ്സിലായി. അല്ല അത് കൂടാതെ ഇപ്പൊ ഈ ടിനി ടോം ബ്രോയുടെ ഭയങ്കരമായിട്ട് ഡീഫോം ചെയ്യാ. മനസ്സിലായി. ആൾക്കാരെ ഭയങ്കരമായിട്ട് ആളുകളുടെ മുമ്പിൽ നാണം കെടുത്തുക. മനസ്സിലായി. നിങ്ങളുടെ വികാരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇയാൾ കാരണം ബുദ്ധിമുട്ടായി എന്നുള്ളത്. ഇങ്ങനെ പേരുണ്ടേ. ഇനി നാളെ എന്റെ പേരിൽ കേസ് വരട്ടെ, അപ്പൊ അതിനുള്ള പ്രൂഫും കൂടി ഞാൻ ഹാജരാക്കാം, എന്തൊക്കെയാ നടക്കണേന്നുള്ളതിന്റെയൊക്കെ. ഇവനൊക്കെ സ്കോട്ട്ലൻഡിലും UK-ലും മൊറോക്കോയിലൊക്കെ വന്ന് കാണിക്കണേന്റെ വീഡിയോ ഒക്കെ എന്റെ ഉണ്ട്. ഇവരൊക്കെ എന്റെ പേര് വീഡിയോയിലുണ്ട്, എന്റെ വീഡിയോ ഉണ്ട്. മനസ്സിലായി. എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. അപ്പൊ അത് ഞാൻ എയറിലിടാം. പിന്നെ ഈ ചെറുക്കൻ കഞ്ചാവ് യൂസ് ചെയ്യണേന്റെ, ഇവൻ വാങ്ങണേന്റെ, ഇവന്റെ ബ്രോ വെറുതെ ശബരീഷ് വായിത്താളടിക്കണല്ല. ഞാനത് ടിനി ടോമിനോടും ഞാൻ മലയാളത്തിൽ പറഞ്ഞ, മോനെ എന്നെ ഉപദ്രവിക്കാൻ വരരുത്, ഞാൻ ആരോടും അങ്ങോട്ടും ഒന്നും കയറാറില്ല. അത് നിങ്ങൾ എന്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോകാറില്ല. എന്റെ വീട്ടുകാരുടെ കാര്യം നോക്കി എന്റെ കുടുംബത്തില് ഞാൻ അത്യാവശ്യം കഴിക്കുന്ന ആളുമാണ്. അത് എന്റെ സൗകര്യം, എന്റെ വീട്ടിലിരുന്ന് ഞാൻ കഴിക്കുന്ന പറഞ്ഞ് മറ്റുള്ളവരുടെ മേത്തോട്ട് കയറാൻ ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല കായികാഭ്യാസികളെ കമ്പനിപ്പടിക്കാര്. മനസ്സിലായി. ചേട്ടാ ഈ ലാസ്റ്റ് ആയിട്ട് പേര് മാറ്റണം എന്ന് പറഞ്ഞതിൽ വളരെയധികം ക്ഷമ ഞാൻ പറയുന്നു. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം ഒരുപാട് മഹാരഥന്മാരിരുന്നതാണ് ഈ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ. ശരിയല്ലേ? അതെ ശരിയാണ്. മരിച്ചുപോയ നമ്മുടെ നടൻ മുരളി, അതെ. അല്ല എനിക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുക. അവരൊക്കെ കൂടി തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനിൽ ഇവനെ പോലെ നിലവാരമില്ലാത്തവരെയൊക്കെ പിടിച്ച് ഇരുത്തുമ്പോൾ അതിന് അമ്മ എന്നാണോ പേരിടേണ്ടത്, അല്ലെങ്കിൽ അമ്മായിയമ്മ എന്നാണോ, അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് എന്നാണോ ഇടേണ്ടത്? ഞാൻ പെൺകുട്ടി എത്ര അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി എത്ര വിഷമകരമായിട്ട് അവരുടെ വിഷമം ഇതാക്കണേ. ഇതൊന്നും ഒരു പറ്റം ചേച്ചിമാർക്കൊന്നും ഇതൊന്നും കണ്ണിനേരെ കണ്ടുകൂടാ. എത്ര ലാഘവത്തോടു കൂടിയാ അവര് സംസാരിക്കുന്നത്. അവനോനും നൊന്താലേ ഇതാവുള്ളൂ. ശരിയല്ലേ? അതെ സത്യമാണ്. സ്വന്തം കുടുംബത്തിലെ ഒരുത്തനോ അല്ലെങ്കിൽ സ്വയം നോവുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതെ കറക്റ്റ് ആണത്. അല്ല ശരിയല്ലേ? അതെ കറക്റ്റാണ്. ഞാൻ അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ചേട്ടനായിട്ട് ലൈക്ക് ഒരു വോയിസ് എന്തോ വീട്ടുകാരുടെ അടുക്ക് വന്നിട്ട് സംസാരിച്ചതും അത് നിങ്ങൾക്ക് വോയിസ് അയച്ചതും അത് നിങ്ങളുടെ കയ്യിൽ കിടപ്പുണ്ടല്ലോ അല്ലെ ഇപ്പോഴും? ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആലുവ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും? ആലുവ പോലീസ് സ്റ്റേഷൻ ടിനി ടോമിന്റെ അല്ലേ, പിന്നെ ഞാൻ കൊടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലല്ലോ. ഇവിടെ വേറെ എങ്ങോട്ടെങ്കിലും പരാതിയായിട്ടും ചേട്ടൻ മുന്നോട്ട് പോയിട്ടുണ്ട്? കോംപ്രമൈസ് ആക്കാനായിട്ട് അവിടെ ആര് വന്നാലും വാദ്യം പ്രതിയാക്കണ ഒരു തടിയനുണ്ട്. അവനെയൊക്കെ ആരാണാവോ പോലീസിലെടുത്തേ? ഞാൻ അത്യാവശ്യം ഇപ്പോഴും ഒരു പാക്കൊക്കെ ഉള്ള ഒരു ബോഡി ബിൽഡറാ ഞാൻ. എന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവൻ എന്നെ ഒരു പുച്ഛഭാവത്തില് അവന്റെ തോളത്ത് ടിനി കൈയിട്ടുകൊണ്ട് ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല എന്നുള്ള രീതിയില്. അപ്പൊ എന്റെ വൈഫ് എന്റെ അടുത്ത് പറയാ, നീ സൈൻ ചെയ്ത് കൊടുത്തേക്കടാ, വേറെ പണിയൊന്നുമില്ലേ. ഇനി ഞാൻ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് ആരുടെ കാലം നക്കേണ്ടത്? മനസ്സിലായി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല അല്ലേ? ആർക്കും വേറെ പണിയില്ലേ? മനസ്സിലായി. ആ എഴുതണ സമയവും ആ കളയണ മഷി ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പരിപാടികളൊന്നും ചെയ്യാം. മനസ്സിലായി. ഒരു തവണ ആ പരാതിയുടെ കോപ്പി എന്തെങ്കിലും ഒരു തവണ കൊടുത്തപ്പോഴാ ശബരീഷിനെതിരെ കേസ് എടുക്കണം. അവൻ പറയാണ് സിയുടെ മുമ്പിൽ ഇരുന്ന് ടിനിച്ചേട്ടൻ ആലോചിക്ക്. ഞാൻ ആദ്യം പറയുന്നത് കേസായിട്ട് തന്നെ പോട്ടെ. എന്റെ ഒരു ഫാമിലി ഫ്രണ്ട്, പുള്ളി രാഷ്ട്രീയത്തിൽ പാർട്ടിയിലുള്ളതാണ്, കോൺഗ്രസ് പാർട്ടിയിലുള്ളതാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് കയറി പോകണ്ടതല്ലേ, നീ ഇതിനു വേണ്ടിയിട്ടാണോ നാട്ടിൽ വന്നേ? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? എന്റെ ഫാദറിന്റെ ക്ലാസ്മേറ്റ് ആണ്. അദ്ദേഹം പറഞ്ഞോണ്ട് മാത്രമാണ്. മനസ്സിലായി. ഒതുങ്ങണ്ട വന്നു അല്ലേ? ഞാനൊരു കാര്യം പറയാട്ടോ, ഇതൊക്കെ വല്ല പാണ്ടിലോറിയുടെ ഇടയിലും പോവുള്ളൂ. എനിക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. എനിക്ക് 40 വയസ്സായി. യൂറോപ്പിൽ ഞാൻ കാണാത്ത രാജ്യങ്ങളില്ല. ഇവരൊക്കെ ഈ കഞ്ചാവ് പിടിച്ച് ആരെങ്കിലൊക്കെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഈ ചെറുക്കനൊക്കെ ഏതെങ്കിലും പാണ്ടിലോറി കയറി തീരും.
പൊതുജനം എന്ന് പറയുന്ന കഴുത മറ്റേ ഇവന്റെ സിനിമ കണ്ടും റിയാലിറ്റി ഷോയ്ക്ക് റീച്ച് കൂട്ടിയിട്ടാണല്ലോ ഇവൻ മസ്താങ്ങും മർച്ചതാങ്ങും ഒക്കെ മേടിച്ചത്. അല്ലാതെ ഇവന്റെ അമ്മ ഇവന്റെ ഗർഭപാത്രത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു കയ്യില് മസ്താങ്ങും വേറൊരു കയ്യില് ബെൻസും അവന്റെ കഴുത്തിൽ തേങ്ങാകൊലയായിട്ടൊന്നുമല്ല വന്നത്. അല്ലല്ല, പക്ഷെ ഇപ്പൊ അത്യാവശ്യം ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പോലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള വിഡ്ഢികളായ ജനങ്ങൾ ഇരുന്ന് കക്കക്കാന്ന് ചിരിച്ചും റേറ്റിംഗ് കൂട്ടിയും സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ നിന്നും എന്നിട്ട് സെലിബ്രിറ്റിയും മറ്റേ മെഗാസ്റ്റാറും ആക്കിയവർക്ക് ഞങ്ങളെ പോലുള്ള ജനങ്ങളെ കാണുമ്പോ പുച്ഛം. ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളൊരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, അല്ലല്ല, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇയാൾക്കെതിരെ. അല്ല, ഇവിടെ മൊത്തത്തിൽ കുറച്ചും കൂടി മാന്യമായിട്ട് പെരുമാറാം. മനസ്സിലായി. സങ്കടമുണ്ട്. പക്ഷെ നമ്മളെ ഒരുമാതിരി കളിയാക്കുക, ആലുവ സ്റ്റേഷനിൽ കളിയാക്കി. മനസ്സിലായി. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഞാൻ എന്തിനാ വന്നേ? കട്ടോ ഞാൻ മോട്ടിച്ചോ പിടിച്ചു പറിച്ചോ? പബ്ലിക് അതില് മഞ്ജുദാസോ എന്തോ ഒരു പേരാണ്. മതിയല്ലോ അല്ലേ? ടിനിട്ടോമേട്ടാ, മൊറോക്കൻ കളികൾ പറയുന്ന കേട്ടോ, വീഡിയോ ഒക്കെ ഉണ്ടെന്ന്. എന്താകും അതൊക്കെ പുറത്തു വന്ന? ഉള്ളതാണോ ഇതൊക്കെ? സത്യമാണോ ഇതൊക്കെ? അല്ല, ഇനി വേറൊരു സാധനമുണ്ട്. ഇത് ടിനിട്ടോമേട്ടന്റെ സൗണ്ട് അല്ല എന്നും പറഞ്ഞ് വരല്ലേ, ആരെ കൊണ്ടെങ്കിലും മിമിക്രി ചെയ്യിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞോണ്ട് വരുമോ? താൻ അറിയാൻ പറ്റത്തില്ല, ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞേക്കും പ്രിയപ്പെട്ടവരെ. പക്ഷെ നിങ്ങളിതൊന്ന് കേൾക്കണം. ഈ വ്യക്തി പറഞ്ഞപ്പോ കേട്ടായിരുന്നോ നിങ്ങൾ? ശ്രദ്ധിച്ചോ? ഒരു അമ്മയുടെ കാര്യം, അദ്ദേഹത്തിന്റെ അമ്മ ഈ ടിനിട്ടോമും മകനും കൂടെ കാർ അവിടെ മറ്റേ വീശി അടിച്ചു പോകുമ്പോ അവിടെ ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല. ആ അമ്മ 2-3 പ്രാവശ്യം പറഞ്ഞു, കേട്ടില്ല. ലാസ്റ്റ് കല്ലെറിയേണ്ട അവസ്ഥയൊക്കെ എത്തി. അങ്ങനെ നിന്ന, അതും ഒന്ന് ആലോചിക്കണം, 60 വയസ്സിനെങ്ങാണ്ട് മേളിൽ പ്രായമുണ്ട് അവർക്ക്. അവരെ ടിനിട്ടോ പറയുന്നൊരു കാര്യം ദേ കേട്ടോ. നിന്റെ അമ്മേ എൻ്റെ വണ്ടി കല്ലെറിയാൻ പോയി, മനസ്സിലായ? വണ്ടിയിലോട്ട് കല്ലെറിയാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായ? കല്ലെറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാനിപ്പം. അല്ലെങ്കിലും ചേട്ടൻ കാണിച്ചു കൊടുക്കും അല്ലേ? കല്ലെറിഞ്ഞാലും കല്ലെറിഞ്ഞില്ലെങ്കിലും ചേട്ടൻ ആരാന്ന് കാണിച്ചു കൊടുക്കും അല്ലേ? എടോ, 60 വയസ്സിന് മേളിലും കണ്ട് പ്രായമുള്ളൊരു അമ്മയല്ലേ? തനിക്ക് ബോധമില്ലേ? അതാ എനിക്ക് ചോദിക്കാനുള്ള, തനിക്ക് ബോധമില്ലേ? ഭീഷണിയാണോ ചേട്ടാ? അല്ല, പോലീസ് സ്റ്റേഷനിലൊന്നും ചെന്നിട്ട് കാര്യമില്ലെന്നത് ആ വ്യക്തി. ഞാൻ ലാസ്റ്റ് ചോദിച്ചു, ചേട്ടാ കേസായിട്ട് ഇനി എന്തിന് ടിനിട്ടോം അവിടെ ചെന്ന് തോളത്ത് കൈയിട്ട് നിൽക്കുമെന്ന്. പിന്നെ അവിടുത്തെ പോലീസുകാരെ പറ്റി ഞാനൊന്നും പറയുന്നില്ലേ? ദേ, അനുഭവസ്ഥനാണ് പറഞ്ഞത്, ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. എനിക്ക് അറിയാൻ പാടില്ല ആലുവ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ പറ്റി ഒന്നും. പിന്നെ നമ്മളത് പറയുന്നത് ശരിയല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഈ വ്യക്തി ഇപ്പോൾ പറഞ്ഞതിനകത്ത് തന്നെ നമുക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പക്ഷേ ടിനിട്ടോമേട്ടൻ്റെ വോയിസ് ഉള്ളതാണേ അത്രേ ചോദിക്കുന്നുള്ളൂ. 60 വയസ്സിന് മേളിൽ പ്രായമുള്ളൊരമ്മ, അവർ കല്ലെറിഞ്ഞാലും എറിഞ്ഞില്ലെങ്കിലും സെഞ്ചിടുവേ ആ മൂടാ ടിനിട്ടോമേട്ടൻ. ഈ തന്നെ എന്തിനാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്? മണ്ടന്മാരായ ജനങ്ങൾ അവർ വിശ്വസിക്കും. പിടികിട്ടിയോ? അല്ലാത്തവർ വിശ്വസിക്കത്തില്ല ടിനിട്ടോമേട്ടാ. ഓക്കെ, അല്ലാത്തവർ വിശ്വസിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടതാണല്ല ആ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി എത്ര ദിവസമായി അവളുടെ ബാ പൊത്താൻ ശ്രമിക്കുകയാണ്. ഇനി നീ കൂടുതലൊന്നും പറയണ്ട. അതുകൊണ്ടാണല്ലോ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അല്ലെങ്കിൽ അമ്മയുടെ മെമ്പേഴ്സ് മാധ്യമങ്ങളെ ഇനിയും കാണാൻ പാടില്ല, കണ്ടൊന്നും പറയാൻ പാടില്ല. എന്താ അവർക്കറിയാവുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ പ്രശ്നമാവും അല്ലയോ? ഒതുക്കി തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അല്ലാതെ മാധ്യമങ്ങളോട് പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം? മാധ്യമങ്ങൾ അറിയട്ടെ, മാധ്യമങ്ങൾ വഴി ജനങ്ങൾ അറിയട്ടെ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ വേറെ ആരും അറിയാതിരിക്കണം. അതിനുവേണ്ടിയുള്ള കളികളല്ലേ ഇതൊക്കെ? ടിനിട്ടോമേട്ടനെ അകത്ത് വെച്ചോണ്ടല്ലോ കളി. ടിനിട്ടോമേട്ടനല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ലേ? സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അമ്മയുടെ പുറകെ നടക്കാമല്ലോ. അവിടെ വരുന്ന സ്പോൺസർഷിപ്പ് പിടിക്കുക, അതിനകത്തൊന്ന് കൈയിട്ട് വാരുക, അതിൻ്റെ പേരും പറഞ്ഞുള്ള ഷോസ് അവിടുന്ന് കൈയിട്ട് വാരുക. അല്ല, ഈ വാറലല്ലാതെ വേറെന്തെങ്കിലും പുള്ളിക്ക് സിനിമ വല്ലതും ഉണ്ടോ? എൻ്റെ അറിവിൽ ഞാൻ ഈ അടുത്തെങ്കിലും ഇങ്ങേറെ സിനിമയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്വേതാമോഹനൊക്കെ കുറേ കഥകൾ പറയുന്നത് കേട്ടേ. ചേച്ചി, ജനങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുമായിരിക്കും, പക്ഷെ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മളുടെ അടുക്കലൊന്നും കഥ പറയാൻ വരരുത്.
നമുക്കും ഈ മീഡിയ ബേസ്ഡ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങളുടെ അവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ കണക്ഷനും ഇക്കക്ക് നമ്മളെയൊക്കെ അറിയാം ഇക്ക, പക്ഷെ അതുപോലെ അല്ല ഇക്ക ബാക്കി എല്ലാവരും. ഏതാ ഇക്ക എന്ന് നിങ്ങൾക്ക് അറിയാവോ? പറയുന്നില്ല ഞാൻ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് മനസ്സിലായതിനകത്തുനിന്ന് അൻസിബയൊക്കെ കുറച്ച് ഡീസൻ്റായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിനകത്ത് പല ആളുകളും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ടിനി ടോമിൻ്റെ തന്നെ കണ്ടില്ലേ, എന്തിനധികം പറയുന്നു, അദ്ദേഹത്തിൻ്റെ മകനെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം കൊണ്ട് പൊക്കിയായിരുന്നല്ലോ, എവിടെ ആ കേസൊക്കെ? ഒന്നും ചോദിക്കണ്ട, എവിടെ ആ കേസ്, എവിടെ? അത്രയും ചോദിച്ചാൽ മതി. അതൊക്കെ മുങ്ങിപ്പോയി. അയ്യോ അത് ചുമ്മാ എന്തോ പുല്ല് യൂക്കാലി അങ്ങനെയൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. അത്രേ ഉള്ളൂ. ഇതിനകത്തുനിന്നൊക്കെ പൊതുജനങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒരു സെലിബ്രിറ്റിയുടെ മകനെ ഈ ഒരു സാധനം കൊണ്ട് പൊക്കിയാൽ മാത്രം 2 ദിവസം കഴിയുമ്പോൾ ആ കേസ് തോന്നുന്നു, ഉറപ്പായിട്ടും തേച്ചു മാഞ്ഞ് പോയി, അത് വേറെ പല സാധനങ്ങളുമായിട്ട് മാറും, അല്ലെങ്കിൽ അതിനകത്ത് പങ്കില്ല എന്നാവും. സാധാരണക്കാരനാണെങ്കിലോ അയ്യോ ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, നേരെ ഉള്ള റിമാൻഡിൽ. അല്ല, ഇതിൻ്റെ ഒരു പരിപാടി നമുക്ക് മനസ്സിലാവാത്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് കേൾപ്പിച്ചു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.